മാറുന്നോ കോടാലി അത്ര സെറ്റപ്പല്ല. പുളിച്ചതാണോന്നറിയില്ല. പുളിച്ചതാണെങ്കിൽ വേവിക്കാൻ പറ്റത്തില്ലല്ലോ. പുളിച്ചതൊന്നും അല്ല, നല്ല മൂത്ത. പുളിച്ചില്ല കേട്ടോ. ഞാനടുത്ത് പുളിച്ചതായിരിക്കുന്നു, പുളിച്ചില്ല. നന്നായിട്ട് മൂത്തു. നമുക്ക് വെട്ടി പുഴുങ്ങാവേ. ചക്ക വെട്ടുമ്പോഴുണ്ടല്ലോ കുറച്ച് പേര് വേണം, കൂടുതലാണ്. ഒരാൾ വെട്ടുമ്പോഴേക്കും 2-3 പേര് ഇരുന്ന് ഒരുക്കണം. എന്നിട്ട് അരിഞ്ഞ് വെട്ട് കഴിയുമ്പോഴേക്കും ഒരു പണി തീരും. 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെയൊക്കെ അങ്ങനെയായിരുന്നേ. ഞാൻ ചക്ക വെട്ടി മടലൊക്കെ കൊണ്ടുപോയി കൈയൊക്കെ വൃത്തിയാക്കി മടലും കൊണ്ടുപോയി കളഞ്ഞിട്ട് വരുമ്പോഴേക്കും അമ്മയും ചേച്ചിമാരും ഒക്കെ കൂടെ അരിഞ്ഞു വെക്കും. അന്നേരം തന്നെ പെട്ടെന്ന് തേങ്ങയും ചിരണ്ടി വെക്കുവേ. ഞാൻ പെട്ടെന്ന് അടുപ്പ വെച്ച് പുഴുക്കായാൽ മതി. എന്നിട്ട് എല്ലാവരും കൂടെ കൂടി പുഴുക്ക് തിന്നുമ്പോൾ എന്തോരം ചക്ക പുഴുങ്ങുമായിരുന്നറിയാമോ. ചക്ക പുഴുങ്ങുന്നതിനും ഒരു കണക്കില്ല. ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ഒന്നുമല്ല. ചക്കപ്പുഴുക്ക് വയറ് നിറയെ തിന്നുമായിരുന്നു. ഇപ്പോൾ ആർക്കും ചക്കപ്പുഴുക്കും വേണ്ട, ഒന്നും വേണ്ട. വറുത്ത് കൊടുത്തയച്ചത് തിന്നും. ഈ പ്ലാവേലൊന്നും ഒരൊറ്റ ചക്ക പോലും വെറുതെ കളഞ്ഞിട്ടില്ല. ഈ പ്ലാവേലൊന്നല്ല, ഒരു ചക്ക വെട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഓളമായിരുന്നു. എല്ലാവരും മുറത്തിന് ചുറ്റും വന്നിരിക്കുന്നു, ഒരുക്കുന്നു, വർത്താനം പറഞ്ഞ് കഴിക്കുന്നതും ഒരു രസമായിരുന്നു. അന്ന് ഇതുപോലെ ചിക്കൻ കറിയും മീൻ കറിയും അങ്ങനെയൊന്നും കറി വേണമെന്നൊന്നുമില്ല കേട്ടോ. മെയിനായിട്ട് ചക്കപ്പുഴുക്കിന് കൂട്ടുന്നത് കാന്താരി മുളക് അരച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൂട്ടും. അതാണ് ഏറ്റവും നല്ല, എനിക്ക് ഏറ്റവും ഇപ്പോഴും ഇഷ്ടം അതാണേ. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ 2-3 വർഷം മുമ്പ്, 3 അല്ല, ഇപ്പോൾ 4-5 വർഷമായി, ഞങ്ങൾക്കൊരു സ്വയം സഹായ സംഘം ഉണ്ടായിരുന്നു, JLG. അവിടെ ഞങ്ങൾ 3 പേര് കൂടി ചക്ക വെട്ടി വറുത്ത് വിൽക്കുമായിരുന്നേ. ഒരൊറ്റ ചക്ക ആ വർഷം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കളയലായിരുന്നു. മുഴുവൻ ചക്ക ഞങ്ങൾ 3 പേരായിരുന്നു, ഞങ്ങൾ കൂട്ടുകാരെ. എന്നിട്ട് വറുത്ത് പായ്ക്ക് ചെയ്ത് ഞങ്ങൾ പല സ്ഥലത്ത് രാജക്കാട് ഒക്കെ കൊണ്ടുപോയി ബേക്കറികളിലും അല്ലാതെ ഒരുപാട് വിറ്റിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഭയങ്കര സന്തോഷമായിരുന്നു കൂട്ടുകൂടി ഒരു പണി ചെയ്യുമ്പോൾ. ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങളുടെ തടസ്സം കാരണം ഞങ്ങളത് ആ പരിപാടി വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയായിരുന്നു.